നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അധ്യായം 2 സാഖ്യ യോഗത്തിൻ്റെ ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത് ശ്ലോകം 70. അവിടെ ഭഗവാൻ പറയുന്നത് 4 ഭാഗത്തു നിന്നും ജലം വന്ന് നിറയുമ്പോഴും സമുദ്രം അക്ഷോഭ്യമായി നിലനിൽക്കുന്നത് പോലെ സർവ്വ വിഷയങ്ങളെയും വന്നു ചേരുമ്പോഴും വികാരരഹിതനായി ഇരിക്കാൻ സ്ഥിതപ്രജ്ഞന് കഴിയുന്നുവെന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ശ്ലോകം 71. വിഹായ കാമാന്യ സർവാൻ പുമാം ചരതി നിസ്പൃഹഃ നിർമ്മമോ നിരഹങ്കാരഃ സ ശാന്തിമധിഗച്ഛതി. അടുത്ത ശ്ലോകം 72. ഏഷാ ബ്രാഹ്മീ സ്തുതി പാർത്ഥ നയനാം പ്രാപ്യ വിമോഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. 71-ാം ശ്ലോകം പറയുന്നത് സർവ്വ കാമനകളെയും വെടിഞ്ഞ് നിസ്പൃഹനായി മമതാരഹിതനായി അഹങ്കാരരഹിതനായി കർമ്മങ്ങൾ ചെയ്യുന്നവന് ശാന്തി ലഭിക്കുന്നു എന്നാണ്. അതുപോലെ 72-ാം ശ്ലോകം പറയുന്നത് ഹേ പാർത്ഥ, ഇതുതന്നെയാണ് ബ്രഹ്മത്തെ പ്രാപിച്ച പുരുഷൻ്റെ സ്ഥിതി. അതിനെ പ്രാപിച്ചവൻ ഒന്നിനെയും മോഹിക്കുന്നില്ല. മരണസമയം ഇതേ സ്ഥിതിയിലിരുന്ന് ബ്രഹ്മനിർമ്മാണം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം ബ്രഹ്മസ്ഥിതി പ്രാപിച്ചവൻ്റെ അവസ്ഥകളാണ് പറയുന്നത്. ഇവിടെ ഒടുവിലത്തെ ശ്ലോകത്തിൽ കർമ്മങ്ങൾ വെടിഞ്ഞ് ബ്രഹ്മരൂപത്തിൽ സ്ഥിരമാകുന്നതാണ് ബ്രാഹ്മീസ്ഥിതി എന്ന് ചിന്തിക്കാം. എന്നാൽ ഇത് ശരിയല്ല. കാരണം കർമ്മങ്ങൾ ഉപേക്ഷിക്കാനല്ല ഈ ശ്ലോകത്തിന് മുൻപുള്ള 2 ശ്ലോകങ്ങളിലും ഉപദേശിക്കുന്നത്. സർവകാമനകളെയും വെടിഞ്ഞ് അഹങ്കാരഭാവമില്ലാതെ കർമ്മം ചെയ്യാനാണ് 71-ാം ശ്ലോകത്തിലെ ഉപദേശം. സർവേ കാമ യം പ്രവിശ്യന്തി എന്നതിൽ ഏതൊരാൾ സർവകാമോപഭോഗങ്ങളിലും സ്വയം പ്രവിഷ്ടനായിരുന്നാലും ശാന്തി നേടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. സ ശാന്തിയും ആപ്നോതി. ബ്രാഹ്മീസ്ഥിതിയിലെത്തിയ ഒരാളിൽ സർവകാമങ്ങളും ഒരുമിച്ച് ഒന്നണഞ്ഞാൽ പോലും ചഞ്ചലചിത്തനാകുന്നില്ല. 70-ാം ശ്ലോകത്തിൽ 2 തരത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നു. കാമോപഭോഗത്തിന് ആഗ്രഹിക്കുന്നവരിൽ ഒന്ന്, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താൻ അപൂർണനാണെന്ന് അയാൾ കരുതുന്നു. ആ അപൂർണത പരിഹരിക്കാൻ ഭോഗവസ്തുക്കൾ ശേഖരിക്കണമെന്ന് അയാൾ ചിന്തിക്കുന്നു. 70-ാം ശ്ലോകത്തിൽ പൂര്യമാണ അഥവാ കാമകാമി എന്നാണ് ഇവർക്ക് നൽകിയ പേര്. പുറത്തു നിന്ന് ഭോഗങ്ങൾ കൊണ്ടുവന്ന് പൂർണ്ണത കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരെന്നർത്ഥം. ഭോഗസാമഗ്രികൾ കൈക്കലാക്കാൻ നാനാഭാഗത്തു നിന്നും ഓടി നടക്കുന്നവർ. അതിനാൽ ചഞ്ചലത സ്വാഭാവികമായി ഇവർക്കിൽ വന്നുകൂടുന്നു. അവരെപ്പോഴും മനസ്സ് ചഞ്ചലമായിക്കൊണ്ടിരിക്കുക. അത് ചെയ്താൽ എങ്ങനെയാണ്, ഇത് ചെയ്താൽ എങ്ങനെയാണ്, അത് ശരിയാകുമോ, ഇത് ശരിയാകുമോ. 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരെ ആപ്തകാമൻ എന്ന് വിളിക്കുന്നു. അവർ ആവൂര്യമാണ എന്നറിയപ്പെടുന്നു. നിറഞ്ഞു കവിഞ്ഞിട്ടും തുളുമ്പിയിട്ടും അങ്ങനെ തന്നെ പൂർണ്ണരായിരിക്കുന്നവർ. അവർ അചഞ്ചലന്മാരാണ്. പൂർണ്ണ തൃപ്തരായതിനാൽ അവർക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. സ്ഥിരനാകയാൽ അചലനും പ്രതിഷ്ഠനുമാണവർ.
ഈ 3 ശ്ലോകങ്ങളിലായി ആപ്തകാമിയും കാമകാമിയും തമ്മിലുള്ള വ്യത്യാസം തുറന്നു പറയുന്നു. ഭോഗിയും യോഗിയും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ചുരുക്കത്തിൽ 3 ശ്ലോകങ്ങളിലും കൂടെ പറഞ്ഞ് തീർക്കുകയാണ് ഭഗവാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഒരു പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ മിത്രങ്ങൾക്കും നമസ്കാരം. ശുഭ സുദിനം.